കർത്താവിൻ്റെ നാമത്തിലേവർക്കും വന്ദനം. പുതിയ മന്നയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ഖദിരമരത്തെക്കുറിച്ചാണ്. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തോട് സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ പറഞ്ഞത് ഖദിരമരത്തിൻ്റെ തടിയാണ്. അതുകൊണ്ട് തന്നെ അനേക പ്രാവശ്യം ആ മരത്തെക്കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ മരത്തിൻ്റെ ചില പ്രത്യേകതകളും അത് നൽകുന്ന ആത്മീയ പാഠങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നാം നോക്കുന്നത്. സമാഗമന കൂടാരത്തിലെ 4 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾക്ക് വേണ്ടി, എടുത്തു പറഞ്ഞാൽ നിയമപ്പെട്ടകം, ധൂപപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, യാഗപീഠം എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം മോശയോട് പറയുന്നത് ഖദിരമരത്തിൻ്റെ തടി ഉപയോഗിക്കുവാനാണ്. മാത്രമല്ല, സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള തിരുനിവാസത്തിൻ്റെ നിവർ പലകകളും ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സമാഗമന കൂടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ഉപയോഗിച്ചിരുന്നത് ഖദിരമരത്തിൻ്റെ പലകകളും തടികളുമാണ്. ഇതിനുള്ള കാരണം അന്നത്തെ സീനായ് മരുഭൂമിയിലെ ഈ തടി ഒത്തിരി ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാരണം. നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭ്യമാണെങ്കിൽ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. അനേകർ കർത്താവിന് ലഭ്യമല്ല, അവർ കർത്താവിൽ നിന്ന് അകന്നു കഴിയുകയാണ്. നമ്മെ തന്നെ ദൈവത്തിന് ലഭ്യമാക്കി കൊടുത്താൽ നമ്മെ തൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി, തൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി, ദൈവമക്കളുടെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തും. ഖദിരമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് കാതലുള്ള തടിയാണ്. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയത്തിൽ കാതലുള്ളവരായി തീരണം. ദൈവത്തിന് നാം പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവിക കാര്യങ്ങൾക്കായി നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആത്മീയമായി കാതലുള്ളവരായിരിക്കണം. പൊള്ളയായ തടിയായിരുന്നെങ്കിൽ അതിനെ ഉപയോഗിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. കാതലില്ലാത്ത തടിയായിരുന്നെങ്കിൽ ഖദിരമരം അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം പറയത്തില്ലായിരുന്നു. നാം ആത്മീയമായി വചനത്തിൻ്റെ, ദൈവകൃപയുടെ ഉപദേശ നിശ്ചയങ്ങളുടെ കാതല് നമുക്ക് ആവശ്യമാണ്. ഖദിരമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ചെതലോ ചെറിയ പ്രാണികളോ മറ്റ് കീടങ്ങളോ ഖദിരമരത്തെ നശിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് വളരെ ബലമുള്ള തടിയാണ്. നശീകരണത്തിന് പെട്ടെന്ന് വിധേയമാകാത്ത തടിയാണ് ഖദിരമരം. നമ്മുടെ ജീവിതത്തിലും നാം ഇത് ശ്രദ്ധിക്കണം. പാപം, ദുരുപദേശം, തിന്മകൾ, മറ്റുള്ളവർ നമുക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ, നിരാശയുടെ വാക്കുകൾ, ഇതൊക്കെ നമ്മളെ വേഗത്തിൽ തകർക്കുന്നെങ്കിൽ, നമ്മളെ ക്ഷീണിപ്പിക്കുന്നെങ്കിൽ, പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നെങ്കിൽ നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിന് കഴിയാതെ വരും. അതുകൊണ്ട് അതിനെ അതിജീവിക്കുന്ന ഒരു ആത്മീയ തലം നമുക്കുണ്ടായിരിക്കണം. പുഴുക്കുത്ത് ബാധിക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 6 മുതൽ 9 മീറ്റർ വരെ, അതായത് 20 അടി മുതൽ 30 അടി വരെ പൊക്കത്തിൽ വളരുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ നീളമുള്ള പലകകൾ ലഭിക്കും. സമാഗമന കൂടാരത്തിലെ തിരുനിവാസത്തിൻ്റെ നിവർ പലകകൾ ഉണ്ടാക്കുവാൻ അനുയോജ്യമാണ്. നാമും ആത്മീയത്തിൽ ഉയരങ്ങളിലേക്ക്, ആത്മീയ ഉന്നതങ്ങളിലേക്ക് വളർന്നാൽ നമ്മെ അധികം പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. സ്വർഗീയമായ വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആത്മീയമായ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മറ്റൊരു പ്രത്യേകത, കട്ടിയുള്ള തടിയാണെങ്കിലും അമിതമായ ഭാരമില്ല. അതിൽ പണി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നാമും ആത്മീയമായി കാതലുള്ളവരാണെങ്കിലും, ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും, അനുഗ്രഹത്തിന് വേണ്ടി, ദൈവികമായ വളർച്ചയ്ക്ക് വേണ്ടി ആർക്കും നമ്മളെ സമീപിക്കുവാൻ കഴിയുന്ന നിലയിൽ നാം അവർക്ക് ലഭ്യമായിരിക്കണം. വലിയ ശുശ്രൂഷയുടെ പേരിൽ അധികം തലക്കനമെടുത്ത് മാറി നിന്നാൽ ആളുകൾക്ക്, ആവശ്യത്തിലായിരിക്കുന്നവർക്ക്, ദൈവം കണ്ടിട്ടുള്ളവർക്ക് നമ്മളോട് സമീപിക്കുവാൻ കഴിയാത്ത നിലയിൽ അവർ അകന്നു നിൽക്കും. യേശു ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്തപ്പോഴും ഏതൊരു ആവശ്യക്കാർക്കും തന്നോട് സമീപിക്കത്തക്ക നിലയിൽ കർത്താവ് എല്ലാവർക്കും ലഭ്യമായിരുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും യേശുവിനോട് സമീപിച്ചു. രക്ഷയ്ക്കായി, സൗഖ്യത്തിനായി, അത്ഭുതങ്ങൾക്കായി, വിടുതലിനായി അവർ മടി കൂടാതെ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. നാമും ദൈവത്തിന് ലഭ്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവം കണ്ടിട്ടുള്ളവർക്കും ലഭ്യമായിരിക്കണം. മറ്റൊരു വലിയ പ്രത്യേകത, മരുഭൂമിയിലെ ചൂടിനെയും തണുപ്പിനെയും അതിജീവിക്കുന്ന തടിയാണ് ഖദിരമരം. മരുഭൂമിയിൽ കഠിനമായ ചൂടുണ്ട്,
വലിയ ശൈത്യവുമുണ്ട്, അതിശൈത്യവുമുണ്ട്. ഈ രണ്ടിനെ അതിജീവിക്കുവാൻ കതിരമരത്തിന് പ്രാപ്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിലും നാം ഇത് ശ്രദ്ധിക്കണം. ചൂട് നമുക്കെതിരെ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, അതിശൈത്യം കടന്നു വരാം. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന പരിതസ്ഥിതികൾ, സാഹചര്യങ്ങൾ നമുക്കെതിരെ, നമ്മുടെ മിനിസ്ട്രിക്കെതിരെ, നമ്മുടെ ഭാവിക്കെതിരെ കടന്നു വരാം. രണ്ടിൻ്റെയും നടുവിൽ പിടിച്ചു നിൽക്കുവാനും അതിനെ അതിജീവിക്കുവാനും നമുക്ക് കഴിയണം. ഒരു വശത്ത് വിമർശനങ്ങൾ, ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ധാരാളം ഉയർന്നേക്കാം. മറുവശത്തെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും വന്നു എന്ന് വന്നേക്കാം. ഇതൊക്കെ വിവേചിച്ചറിഞ്ഞ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ, വിമർശനങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ അതിനെ അതിജീവിച്ചും അഭിനന്ദനങ്ങളും പ്രോത്സാഹന മൊഴികളും മറ്റുള്ളവർ നൽകുമ്പോൾ അത് വിവേചിച്ചറിഞ്ഞും നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കഷ്ടതയും അതോടൊപ്പം തന്നെ സമൃദ്ധിയെയും മാറി മാറി സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഏതാണ് നമ്മളെ തെറ്റിക്കുന്നത് എന്നറിയാൻ. ചിലരെ സമൃദ്ധി വഴിതെറ്റിക്കുമ്പോൾ മറ്റു ചിലരെ കഷ്ടത വഴിതെറ്റിക്കുന്നു, നിരാശയിലേക്ക് തള്ളിയിടുന്നു. ഇത് രണ്ടിൻ്റെയും ആധിക്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മാറി മാറി വന്നേക്കാം. ഇത് രണ്ടുമായാലും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന്, സാഹചര്യമോ ദുഷ്ടനായ പിശാചോ നമുക്കെതിരെ കൊണ്ടുവരുമ്പോൾ ആത്മീയത്തിൽ തളരാതെ, ശുശ്രൂഷയിൽ താണുപോകാതെ രണ്ടിൻ്റെ നടുവിൽ അതിനെ അതിജീവിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. വേരൂന്നി മീതെ വളരുവാൻ, ക്രിസ്തുവിൽ വേരൂന്നി, ദൈവസ്നേഹത്തിൽ വേരൂന്നി, പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ അരികെ വേരൂന്നി മീതെ വളർന്ന് ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയണം. താഴേക്ക് വേരൂന്നിയെങ്കിൽ മാത്രമേ മീതെ ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിലും അവിടുത്തെ സ്നേഹത്തിലും വചനത്തിലും വേരൂന്നി നാം മീതെ ഫലം കായ്ക്കുന്നവരായി തീരണം. കതിരമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദീർഘകാലം അത് നിലനിൽക്കും. സമാന കൂടാരം അവർ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കി. മരുഭൂമിയിലെ 40 വർഷങ്ങൾ, പിന്നത്തേതിൽ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട് ദൈവം അവർക്ക് നൽകിയപ്പോൾ, അവർ സ്വന്തമാക്കിയപ്പോൾ യോശുവയുടെ ഭരണകാലത്ത് സമാന കൂടാരം നിലനിന്നിരുന്നു. ന്യായാധിപന്മാരുടെ കാലത്തും ഈ സമാഗമന കൂടാരം നിലനിന്നിരുന്നു. അങ്ങനെ ഒരു 450 വർഷങ്ങളെങ്കിലും സമാഗമന കൂടാരം മരുഭൂമിയിലും ഇസ്രായേൽ ദേശത്തുമായി നിലനിന്നു. അത്രയും കാലയളവ് ഈ തടികൾ കേടുപറ്റാതെ നിലനിന്നു. നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദീർഘകാലം കേടുപറ്റാതെ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ദൈവസഭയുടെ കെട്ടുമണിക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. രോഗങ്ങൾക്കോ മറ്റ് ഈ ഭൂമിയിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കോ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, ഭയപ്പെടുത്തുവാൻ കഴിയാതെ, നിരാശയിലേക്ക് തള്ളിവിടുവാൻ കഴിയാതെ അതിജീവിക്കുന്ന ഒരാത്മീയ അനുഭവം, നിലനിൽക്കുന്ന ഒരു ആത്മീയ അനുഭവം, നല്ല ആയുസ്, ആത്മീയത്തിലും നമ്മുടെ ശരീരത്തിലും ആരോഗ്യം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. കതിരമരത്തിൻ്റെ പുറമെ അല്പം പരിവരുത്തതാണെങ്കിലും അകം മനോഹരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പുറമെയുള്ള ചില അനുഭവങ്ങൾ ഒരുപക്ഷെ വേണ്ടത്ര സൗന്ദര്യമില്ലാത്തതായിരിക്കാം, പരിവരുത്തതായിരിക്കാം. എന്നാൽ അകത്തെ മനോഹാരിതയാണ് ദൈവം നോക്കുന്നത്. കതിരമരത്തിൻ്റെ അകം കാണുവാൻ വളരെ ഭംഗിയുള്ള, ഓറഞ്ച് ബ്രൗൺ നിറമുള്ള നല്ല ഡിസൈനുള്ള ഒരു തടിയാണ്. കാതലുള്ള തടിയാണ്, നിലനിൽക്കുന്ന തടിയാണ്, ചൂടിനെയും തണുപ്പിനെയും അതിജീവിക്കുന്ന തടിയാണ്. ദീർഘകാലം അത് നിലനിൽക്കും, പുഴുക്കുത്തുകൾ അതിനെ ബാധിക്കുകയില്ല. ആ തടി അകം മനോഹരമാണ്. നമ്മുടെ ആത്മീയ ജീവിതം, അകത്തെ മനുഷ്യൻ ദൈവ ഹിതപ്രകാരം പണിയപ്പെട്ട് ഒരു മനോഹരമായ ആത്മീയ നിലവാരം നമുക്കുണ്ടെങ്കിൽ നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അന്ന് കതിരമരം സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതുപോലെ, അതിൻ്റെ നിവർപ്പലകകളായി ഉപയോഗിക്കപ്പെട്ടതുപോലെ, ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ കെട്ടുമണിക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി, ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി, ദൈവമക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ശുശ്രൂഷകന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മെയും നമ്മുടെ താലന്തുകളെയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെയും അധികം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് കർത്താവിന് ലഭ്യമാക്കി കൊടുക്കാം. ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമ്മളോട് സമീപിക്കത്തക്ക നിലയിൽ അവരോട് മനസ്സലിവോടെ ഇടപെടാം. ആത്മീയമായി അകത്ത് മനോഹാരിതയും നിലനിൽപ്പും നമുക്ക് ഉളവാക്കിയെടുക്കാം. ഈ ലോകത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ, കഷ്ടതയോ പട്ടിണിയോ ബുദ്ധിമുട്ടോ മറ്റ് ക്ലേശങ്ങളോ ദുരുപദേശങ്ങളോ ഒക്കെ നമുക്ക് ചുറ്റും വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അതിനടിമപ്പെട്ടു പോകാതെ അതിജീവിക്കുന്ന ഒരാത്മീയ നിലവാരം നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിനായി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.
ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ.